ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുരിങ്ങയില കൊണ്ട് അടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 1 സവാള ചെറുതായി അരിഞ്ഞതും മുരിങ്ങയില ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ മാവ് കുഴച്ചെടുക്കാം. ഈ പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അട എങ്ങനെ പരത്തിയെടുക്കണം നോക്കാം. വാഴയിലയിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്ത ശേഷം കുറച്ച് മാവെടുത്ത് നല്ലപോലെ പരത്തി കൊടുക്കാം. ദോശക്കല്ലിലേക്ക് എണ്ണ ഒഴിച്ച് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ പരത്തി വെച്ച മാവെടുത്ത് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 മിനിറ്റ് ചൂടായ ശേഷം ഇലയൊന്ന് മാറ്റി കൊടുക്കാം. കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാം. ഇതൊന്ന് മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. വാഴയിലേക്ക് നമ്മൾ എണ്ണ തേച്ച് കൊടുത്തത് കാരണം ഒട്ടാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുത്ത് നേരത്തെ നമ്മൾ ചുട്ടെടുത്ത പോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.